ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഓൾജിബ്രായിക് ആൻഡ് ജോമെട്രിക് മൾട്ടിപ്ലിസിറ്റീസ് ഓഫ് ആൻ ഈഗൻ വാല്യൂ ആണ്. ഓൾജിബ്രായിക് മൾട്ടിപ്ലിസിറ്റി, ജോമെട്രിക് മൾട്ടിപ്ലിസിറ്റി എന്താണെന്നുള്ളതാണ്. നമുക്ക് ഈഗൻ വാല്യൂസ് കണ്ടുപിടിക്കാൻ അറിയാം. ഈഗൻ വാല്യൂസ് എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ ഡിറ്റർമിനന്റ് ഓഫ് എ മൈനസ് ലാംഡ ഐ ഈക്വൽ ടു 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്ത് ഇപ്പോൾ ലാംഡാസിന്റെ വാല്യൂസിനെയാണ് ഈഗൻ വാല്യൂസ് എന്ന് വിളിക്കുന്നത്. ഈ ഇക്വേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് വിളിക്കുക. അപ്പൊ ഈ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഉള്ളപ്പോൾ ആ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനിൽ നിന്ന് എനിക്ക് ഈഗൻ വാല്യൂസ് കമ്പ്യൂട്ട് ചെയ്യാം. അപ്പോൾ ലാംഡ എന്ന് പറയുന്നത് ഒരു ഈഗൻ വാല്യൂ ആണ്. ആ ഈഗൻ വാല്യൂ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനിൽ എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷന്റെ റൂട്ടായിട്ട് എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഓൾജിബ്രായിക് മൾട്ടിപ്ലിസിറ്റി. ഫോർ എക്സാമ്പിൾ, ഒരു ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് 2 അല്ലെ ലാംഡ മൈനസ് 2 the whole square into lambda minus 3 the whole cube equal to 0 ആണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എങ്കിൽ 2 എന്ന് പറയുന്നതിന്റെ ഓൾജിബ്രായിക് മൾട്ടിപ്ലിസിറ്റി എന്ന് പറയുന്നത് 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു. ഹോൾ സ്ക്വയർ ആണ്, 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു. 3 എന്ന് പറയുന്നതിന്റെ ഓൾജിബ്രായിക് മൾട്ടിപ്ലിസിറ്റി എന്ന് പറയുന്നത് 3 ആണ്, അത് 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു. അപ്പോൾ ഒരു റൂട്ട് എത്ര പ്രാവശ്യം ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനിൽ റിപ്പീറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ആ ഈഗൻ വാല്യൂവിന്റെ ഓൾജിബ്രായിക് മൾട്ടിപ്ലിസിറ്റി എന്ന് പറയുന്നത്. ഓൾജിബ്രായിക് മൾട്ടിപ്ലിസിറ്റി, ഒരു എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് എടുത്തു, ആ മെട്രിക്സിന് 3 എന്ന് പറയുന്നതിന്റെ ഓൾജിബ്രായിക് മൾട്ടിപ്ലിസിറ്റി 3 ആണെന്ന് പറഞ്ഞാൽ ഇത്രയാണ്. ലാംഡ മൈനസ് 3 ദ ഹോൾ ക്യൂബ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ എവിടെ ഉണ്ടാവും? നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഉണ്ടാകും. അതാണ് ഇതെന്ന് പറയുന്ന ഓൾജിബ്രായിക് മൾട്ടിപ്ലിസിറ്റി എന്ന് പറയുന്നത്. ഇനി ജോമെട്രിക് മൾട്ടിപ്ലിസിറ്റി എന്ന് പറയുന്നത് ഒരു ഈഗൻ വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ അതിന് അസോസിയേറ്റ് ചെയ്ത ഈഗൻ വെക്ടർ സ്പേസ് കണ്ടുപിടിക്കാം. ഈഗൻ വെക്ടേഴ്സിന്റെ ഒരു സ്പേസ് കണ്ടുപിടിക്കാം. ആ സ്പേസിന്റെ ഡയമെൻഷനെ വിളിക്കുന്ന പേരാണ് ഓൾജിബ്രായിക് മൾട്ടിപ്ലിസിറ്റി, ജോമെട്രിക് മൾട്ടിപ്ലിസിറ്റി. അപ്പോൾ ഓൾജിബ്രായിക് മൾട്ടിപ്ലിസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഓൾജിബ്രായിക് മൾട്ടിപ്ലിസിറ്റി ഓൾജിബ്രായിക് മൾട്ടിപ്ലിസിറ്റി of lambda is the number of times x minus lambda occur in the characteristic equation. Characteristic equationൽ എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഓൾജിബ്രായിക് മൾട്ടിപ്ലിസിറ്റി എന്ന് പറയുന്നത്. ഇനി ജോമെട്രിക് മൾട്ടിപ്ലിസിറ്റി എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്തത്? ജോമെട്രിക് മൾട്ടിപ്ലിസിറ്റി എന്ന് പറയുന്നത് geometric multiplicity of lambda is the dimension of the eigen space associated with the ലാംഡ ആയിട്ട് അസോസിയേറ്റ് ചെയ്ത ഈഗൻ സ്പേസ് എനിക്ക് കണ്ടുപിടിക്കാം, ഈഗൻ വാല്യൂസിന്റെ കളക്ഷൻ കണ്ടുപിടിക്കാം, അല്ലെ ഈഗൻ വാല്യൂസിന്റെ കളക്ഷൻ. ആ ഈഗൻ വാല്യൂ സ്പേസിന്റെ ഡയമെൻഷൻ എന്താണ് എന്നുള്ളതാണ് ജോമെട്രിക് മൾട്ടിപ്ലിസിറ്റി എന്ന് പറയുന്നത്. നമുക്കൊരു പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യാം. പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഐഡിയ കുറച്ചും കൂടി നന്നായിട്ട് ക്ലിയർ ആവും. ഒരു എക്സാമ്പിൾ, ഞാൻ എടുക്കുന്ന മെട്രിക്സ് എ എന്ന് പറയുന്ന മെട്രിക്സ് 2 1 0 0 2 0 0 0 3 ഇങ്ങനെ ഒരു മെട്രിക്സ്. ഈ മെട്രിക്സിന്റെ പ്രത്യേകത നമുക്ക് പെട്ടെന്ന് തന്നെ, ഇതൊരു ട്രയാങ്കുലർ മെട്രിക്സ് ആണ്. എ എന്ന് പറയുന്ന, നമുക്ക് ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ ഓൾജിബ്രായിക് മൾട്ടിപ്ലിസിറ്റി ആൻഡ് ജോമെട്രിക് മൾട്ടിപ്ലിസിറ്റീസ് ഓഫ് ഈച്ച് ഓഫ് ദ ഈഗൻ വാല്യൂസ് ഓഫ് എയുടെ ആൾജിബ്രായിക് മൾട്ടിപ്ലിസിറ്റി, ജോമെട്രിക് എല്ലാ ഈഗൻ വാല്യൂസിന്റെ ആൾജിബ്രായിക് മൾട്ടിപ്ലിസിറ്റി, ജോമെട്രിക് മൾട്ടിപ്ലിസിറ്റി കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. എ എന്ന് പറയുന്ന മെട്രിക്സ് ഇങ്ങനെയുള്ള മെട്രിക്സ് ആണ്. ഈ മെട്രിക്സ് എന്ന് പറയുന്നത് ട്രയാങ്കുലാർ മെട്രിക്സ് ആണ്. ട്രയാങ്കുലാർ മെട്രിക്സിന്റെ ഈഗൻ വാല്യൂസ് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ഡയഗണൽ എലമെന്റ്സ് ആണ് ഈഗൻ വാല്യൂസ്. സോ ഈഗൻ വാല്യൂസ് ഓഫ് എ ആർ 2 2 and 3 2 2 and 3 ആയിരിക്കും ഈഗൻ വാല്യൂസ് ഓഫ് എ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് പറയാം ഓൾജിബ്രായിക് മൾട്ടിപ്ലിസിറ്റി ഓഫ്
2 ഈസ് 2 എത്ര പ്രാവശ്യം വന്നു? 2 പ്രാവശ്യം വന്നു. 2 ആണ്. ഓൾജിബ്രായിക് മൾട്ടിപ്ലിസിറ്റി ഓഫ് 3 ഈസ് 3യുടെ ഓൾജിബ്രായിക് അത് ഒരു പ്രാവശ്യം വന്നുള്ളൂ. അതിന്റെ ഓൾജിബ്രായിക് മൾട്ടിപ്ലിസിറ്റി 1 ആണ്. അപ്പോൾ എനിക്ക് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതി റൂട്ട് കണ്ടുപിടിച്ചാൽ, അതായത് ഐഗൻ വാല്യൂസ് കണ്ടുപിടിച്ചാൽ, ആ ഐഗൻ വാല്യൂസ് വെച്ചിട്ട് എനിക്ക് ഓൾജിബ്രായിക് മൾട്ടിപ്ലിസിറ്റി പറയാൻ വളരെ എളുപ്പമാണ്. ഇനി എനിക്ക് ജോമെട്രിക് മൾട്ടിപ്ലിസിറ്റി കണ്ടുപിടിക്കണം. അപ്പൊ ജോമെട്രിക് മൾട്ടിപ്ലിസിറ്റി കണ്ടുപിടിക്കണം എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എന്താ ഈഗൻ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈഗൻ സ്പേസ് കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ടു ഫൈൻഡ് ദ ഈഗൻ വാല്യൂ അസോസിയേറ്റഡ് വിത്ത് ലാംഡ ഈക്വൽ ടു 3. ഞാൻ ലാംഡ ഈക്വൽ ടു 3ക്ക് അസോസിയേറ്റ് ചെയ്ത ഈഗൻ വാല്യൂ ഈഗൻ വാല്യൂസ് കണ്ടുപിടിക്കും. ഈഗൻ സ്പേസ്, ഈഗൻ വാല്യൂസ് എന്ന് പറയുന്നതാണ്, അല്ലെ ഈഗൻ സ്പേസ് അസോസിയേറ്റഡ് വിത്ത് ലാംഡ ഈക്വൽ ടു 3. ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. ഈഗൻ സ്പേസ് എന്ന് പറഞ്ഞാൽ ഈഗൻ വാല്യൂസ് എന്ന് പറഞ്ഞാൽ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? a-3i ഇത് എന്ന് പറയുന്നത് എന്താവണം? a-3i into x എന്ന് പറയുന്നത് സീറോ മെട്രിക്സ് കിട്ടണം. അപ്പൊ നമ്മുടെ a എന്ന് പറയുന്നത് എന്തായിരുന്നു? a എന്ന് പറയുന്ന മെട്രിക്സ് ഇതാണ്ട് ഈ മെട്രിക്സ് ആയിരുന്നു. a എന്ന് പറയുന്നത് മെട്രിക്സ് ഈ മെട്രിക്സ് ആയിരുന്നു. അപ്പോ നമുക്ക് എന്താ വേണ്ടുന്നത്? a-3i. 3i എന്ന് പറയുമ്പോൾ എന്താ വരിക? 300003003 ഇൻറ്റു എക്സ്. ഇവിടുത്തെ പ്രത്യേകത ഈ എക്സ് എന്ന് പറയുന്നത് 3 വെക്ടേഴ്സ് ഉണ്ട്. സോ എക്സ് വൈ ഇസഡ് ഇതെന്ത് വരണം? ഈക്വൽ ടു 000. ഇതിനി നമുക്ക് എന്ത് ചെയ്യണം? സോൾവ് ചെയ്യണം. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ വരിക? സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഈ രണ്ട് മെട്രിക്സ് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക -1 1 0 0 -1 0 0 0 0 ഇൻറ്റു എക്സ് വൈ ഇസഡ് ഈക്വൽ ടു 0 0 0 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ഇത് സിസ്റ്റം ഓഫ് ഇക്വേഷൻ ആയിട്ട് എഴുതി കഴിയുകയാണെങ്കിൽ -x + y ഇതേ ഇൻറ്റു ഇത് -x + y അതെന്താവണം? 0 ആവണം. അടുത്ത എന്ത് വേണം? -5 0 ആണ്. -5 0 എന്ന് പറഞ്ഞാൽ y എന്തെന്ന് കിട്ടും? 0 എന്ന് കിട്ടും. y 0 ആണെങ്കിൽ നമുക്ക് മേളിൽ കൊടുത്തു കഴിഞ്ഞാൽ x എന്തെന്ന് കിട്ടും? ഇതിനെ 1 എന്ന് വിളിച്ചു കഴിഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂട്ട് y ഈക്വൽ ടു 0 in 1. അത് 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? x ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും? 0 എന്ന് കിട്ടും. അപ്പൊ ഈഗൻ വാല്യൂസ് എന്ന് പറയുന്നത് എന്തായിരുന്നു? എക്സ് വൈ ഇസഡ് എന്ന് പറയുന്നതായിരുന്നു ഈഗൻ വാല്യൂസ്. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് 0 ആയി, വൈ 0 ആയി, ഇസഡ് മാത്രം അവിടെ കിടക്കും. എന്ന് പറഞ്ഞാല് ഇസഡ് ഇൻറ്റു 0 0 1. അപ്പൊ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് എത്ര ഈഗൻ വെക്ടർ കിട്ടി നമുക്ക്? ഒരു ഈഗൻ വെക്ടർ കിട്ടി. ഇസഡ് 0 0 1 എന്ന് പറയുന്നത് ഒരെണ്ണം, അതിന്റെ സ്പാനിങ് ആയിട്ട് കിട്ടി. അപ്പൊ എന്ത് ചെയ്യുക? ബേസിസ് എന്ന് പറയുന്നത് ഈ ഒരു എലമെന്റാ. അപ്പൊ എന്താ കിട്ടുക? അതിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് 1 ആണ്. ഡയമെൻഷൻ 1 ആയതുകൊണ്ട് ജോമെട്രിക് മൾട്ടിപ്ലിസിറ്റി ഓഫ് 3 എന്ന് പറയുന്നത് എന്താന്ന് കിട്ടി? ഈക്വൽ ടു 1. ജോമെട്രിക് മൾട്ടിപ്ലിസിറ്റി ഓഫ് 3 എന്ന് പറയുന്നത് എന്താന്ന് കിട്ടി? 1 എന്ന് കിട്ടി. ജോമെട്രിക് മൾട്ടിപ്ലിസിറ്റി ഓഫ് 3 ഈസ് ഈക്വൽ ടു 1. അപ്പൊ നമ്മൾ എന്താ ചെയ്തത്? ലാംഡ ഈക്വൽ ടു 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈഗൻ വെക്ടർ കണ്ടുപിടിച്ചു. ആ ഈഗൻ വെക്ടർ വെച്ചിട്ട് അതിന്റെ ആ ഈഗൻ വെക്ടർ സ്പേസ് ആണ്, ആ സ്പേസിന്റെ ഡയമെൻഷൻ ഞാൻ കണ്ടുപിടിച്ചു. ആ ഡയമെൻഷൻ എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്? ജോമെട്രിക് മൾട്ടിപ്ലിസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ സംബന്ധിച്ച് നമുക്ക് ജോമെട്രിക് മൾട്ടിപ്ലിസിറ്റി എന്ന് പറയുന്നത് 1 കിട്ടി. ജോമെട്രിക് മൾട്ടിപ്ലിസിറ്റി ഇവിടെ 1 ആണ്. അപ്പൊ ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഒരു ഈഗൻ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് ആൾജിബ്രായിക് മൾട്ടിപ്ലിസിറ്റി 1 മീൻസ് ജോമെട്രിക് മൾട്ടിപ്ലിസിറ്റി 1 ആയിരിക്കും. ആൾജിബ്രായിക് മൾട്ടിപ്ലിസിറ്റി 1 ആണെങ്കിൽ ജോമെട്രിക് മൾട്ടിപ്ലിസിറ്റി എന്തായേ വരത്തുള്ളൂ? 1 ആയേ വരത്തുള്ളൂ. അത് നമുക്ക് ചെയ്ത് നോക്കേണ്ട കാര്യമില്ല. പക്ഷെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നമ്മളൊന്ന് വർക്ക്ഔട്ട് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. ഇനി നമുക്ക് എന്താ വേണ്ടുന്നത്? ടു ഫൈൻഡ് ദ ഈഗൻ സ്പേസ് അസോസിയേറ്റഡ് വിത്ത് ലാംഡ ഈക്വൽ ടു 2. ലാംഡ ഈക്വൽ ടു 2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈഗൻ സ്പേസ് കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് എന്താ വേണ്ടുന്നത്? അല്ലെ, നമ്മുടെ ഈഗൻ വാല്യൂസ് 2 2 3 ആയിരുന്നു. അപ്പൊ 3യുടെ കണ്ടുപിടിച്ചു. ഇനി 2ന്റെ കണ്ടുപിടിക്കണം. 2ന്റെ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? a-2 ലാംഡ ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? 0 ആയിരിക്കണം. അപ്പൊ നമ്മുടെ a എന്ന് പറയുന്ന മെട്രിക്സ് എന്തായിരുന്നു? നമ്മുടെ a എന്ന് പറയുന്ന മെട്രിക്സ് ഇതാണ്ട് ഈ ഒരു മെട്രിക്സ് ആയിരുന്നു. സോ ആ a എന്ന് പറയുന്ന മെട്രിക്സിനെ ഞാൻ ഇങ്ങ് എടുക്കുകയാണ്.
എ എന്ന് പറയുന്ന മെട്രിക്സിനെ എടുത്തു. അപ്പോൾ ദിസ് എ മൈനസ് 2 ലാംഡ 2 0 0 0 2 0 0 0 2 ഇൻറ്റു ഇവിടെ വരുന്ന വെക്ടർ എക്സ് വൈ ഇസഡ് ഈക്വൽ ടു 0 0 0. അപ്പൊ ഇത് നമ്മൾ സോൾവ് ചെയ്യുക. ഇത് നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന മെട്രിക്സ് എന്താ വരിക? ഇത് സോൾവ് ചെയ്യുമ്പോൾ 0 1 0 0 0 0 0 0 1 into x y z equal to 0 0 0. So ഇത് സോൾവ് ചെയ്താൽ y equal to 0 and z equal to 0. അപ്പോൾ ഏഗൻ വെക്ടർ എന്ന് പറയുന്നത് എന്താ? എക്സ് വൈ ഇസഡ് ആയിരുന്നു. അതിനകത്ത് y 0 z 0. അപ്പോൾ x മാത്രം ചെയ്യും, x into 1 0 0. അപ്പോൾ what is the dimension of the eigenspace? Dimension of the eigenspace for lambda equal to 2 എന്ന് പറയുന്നത് എന്താ കിട്ടുക? ഒരു വെക്ടറിന്റെ സ്പാനാ, സോ 1 ആണ്. സോ ജോമെട്രിക് മൾട്ടിപ്ലിസിറ്റി ഓഫ് lambda equal to 2 എന്ന് പറയുന്നത് എന്താ? ഈക്വൽ ടു 1. ജോമെട്രിക് മൾട്ടിപ്ലിസിറ്റി ഓഫ് lambda equal to 2 എന്ന് പറയുന്നത് എന്തായിട്ട് കിട്ടി? 1 ആണ്. അപ്പോ ഈ 2വിനെ സംബന്ധിച്ച് അതൊരു കോളമായിട്ട് ഞാൻ എഴുതുവാണെങ്കിൽ ഈഗൻ വാല്യൂസ്, ഓൾജിബ്രായിക് മൾട്ടിപ്ലിസിറ്റി, ജോമെട്രിക് മൾട്ടിപ്ലിസിറ്റി, ഈഗൻ വാല്യൂസ് നമുക്കുള്ളത് 1 2 ആയിരുന്നു. ഇതിന്റെ 2 3 ആയിരുന്നു. 2വിന്റെ ഓൾജിബ്രായിക് മൾട്ടിപ്ലിസിറ്റി 2 ആയിരുന്നു. 3ന്റെ ഓൾജിബ്രായിക് മൾട്ടിപ്ലിസിറ്റി 1 ആയിരുന്നു. ജോമെട്രിക് മൾട്ടിപ്ലിസിറ്റി 1 1. അപ്പൊ ഇതാണ് നമ്മൾ എഴുതിയ ആ എ എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഓൾജിബ്രായിക് മൾട്ടിപ്ലിസിറ്റിയും ജോമെട്രിക് മൾട്ടിപ്ലിസിറ്റിയും. ഓൾജിബ്രായിക് മൾട്ടിപ്ലിസിറ്റിയും ജോമെട്രിക് മൾട്ടിപ്ലിസിറ്റിയും. അപ്പൊ ഇവിടെ ഞാൻ ഡയഗണലൈസേഷനിലേക്ക് പോയാൽ എസ് എന്ന് പറയുന്ന മെട്രിക്സ് നമ്മൾ എഴുതുന്നത് എങ്ങനെയായിരുന്നു? ഈഗൻ വെക്ടർ മെട്രിക്സ് ആയിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഈഗൻ വെക്ടർ ഏതായിരുന്നു? നമുക്ക് ആദ്യം കിട്ടിയ ഈഗൻ വെക്ടർ 0 0 1 ആയിരുന്നു. അതിനെ ഫസ്റ്റ് കോളത്തിൽ എഴുതി 0 0 1. അടുത്ത 1 0 0. അടുത്ത കോളം എഴുതാനില്ല, അടുത്ത കോളം എഴുതാൻ കിട്ടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി? ഈ മെട്രിക്സ് ഡയഗണലൈസബിൾ അല്ല. എ ഈസ് നോട്ട് ഡയഗണലൈസബിൾ. അത് എന്തുകൊണ്ടാണ് സംഭവിച്ചേ? ഇവിടെ നോക്ക്, ഓൾജിബ്രായിക് മൾട്ടിപ്ലിസിറ്റി 2 ആയ ഒരു വെക്ടർ ഉണ്ടായിരുന്നു, പക്ഷേ ആ വാല്യൂ 2 ആയ ഒരു വാല്യൂ ഉണ്ടായിരുന്നു, പക്ഷെ അതിന്റെ ജോമെട്രിക് മൾട്ടിപ്ലിസിറ്റി 1 വന്നുള്ളൂ. ഇതുമായിട്ട് കണക്ട് ചെയ്ത് നമുക്കൊരു റിസൾട്ട് പറയാം. എ മെട്രിക്സ് എ ഈസ് ഡയഗണലൈസബിൾ if algebraic multiplicity equal to geometric multiplicity for each eigenvalue of A. For each eigenvalue of A. ഏത് eigen value എടുത്താലും അതിന്റെ algebraic മൾട്ടിപ്ലിസിറ്റിയും ജോമെട്രിക് മൾട്ടിപ്ലിസിറ്റിയും സെയിം ആയാൽ എന്ത് സംഭവിക്കും? അത് ഡയഗണലൈസബിൾ ആയിട്ട് മാറും. ഒരു ഈഗൻ മെട്രിക്സ് എടുത്തു, അത് ഡയഗണലൈസബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് പഠിച്ചത്. ഒന്ന്, ഡിസ്റ്റിങ്ക്ട് ഈഗൻ വാല്യൂസ് ആണ്, ഡയഗണലൈസബിൾ ആണ്. ഇനി ഡിസ്റ്റിങ്ക്ട് ഈഗൻ വാല്യൂസ് അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഓൾജിബ്രായിക് മൾട്ടിപ്ലിസിറ്റി കണ്ടുപിടിക്കണം, ജോമെട്രിക് മൾട്ടിപ്ലിസിറ്റി കണ്ടുപിടിക്കണം. ഇത് രണ്ടും സെയിം ആണെങ്കിൽ എനിക്ക് തന്നിരിക്കുന്ന മെട്രിക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡയഗണലൈസബിൾ ആയിരിക്കും. തന്നിരിക്കുന്ന മെട്രിക്സ് ഡയഗണലൈസബിൾ ആകണമെങ്കിൽ ഓൾജിബ്രായിക് മൾട്ടിപ്ലിസിറ്റി ഷുഡ് ബി ഈക്വൽ ടു the geometric multiplicity. algebraic multiplicityയും geometric multiplicityയും സെയിം ആയാൽ മാത്രമേ എന്താവത്തുള്ളൂ? ഒരു മെട്രിക്സ് ഡയഗണലൈസബിൾ ആകത്തുള്ളൂ. algebraic multiplicityയും geometric multiplicityയും സെയിം ആയാൽ മാത്രമേ ഒരു മെട്രിക്സ് ഡയഗണലൈസബിൾ ആകത്തുള്ളൂ.